നമസ്കാരം. തിരുവല്ലയിൽ KSRTC ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന കെട്ടിടത്തിന് മുകളിലെ ഗ്ലാസ് പീസ് എത്രയും പെട്ടെന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് നിയുക്ത തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാമൻ. KSRTCയിലെ ബസ് ടെർമിനൽ കോംപ്ലക്സിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഗ്ലാസ് ഇളകി അപകടകരമായ വിധത്തിൽ നിൽക്കുന്നത്. ഇത് ഏത് സമയത്ത് വേണമെങ്കിലും താഴെ വീഴാം. കാറ്റടിക്കുമ്പോൾ ഇത് താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് താഴെയായിട്ടാണ് പ്രധാന കവാടവും. അതിനാൽ തന്നെ യാത്രക്കാർക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുള്ള വിധത്തിലാണ് ഗ്ലാസ് ഇളകി നിൽക്കുന്നത്. ഇതിലാണ് MLAയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ ബ്ലോക്ക് കണ്ടിട്ട് സ്കഫോൾഡിംഗ് മേളിൽ കയറാൻ 1.5 മാസം എടുക്കും. അപ്പുറത്തേക്ക് പൊട്ടി എല്ലാവരുടെ തലയിൽ വീഴും. ഇത് ആ മെല്ലപ്പോക്കൊന്നും എൻ്റെ ഉദ്യോഗസ്ഥർ നടക്കത്തില്ല. നിങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ സാധനം ഇവിടുന്ന് മാറ്റാനുള്ള ക്രമീകരണം ചെയ്യും. ഇത് വലിച്ച് മേളിൽ കയറ്റിയപ്പോൾ ഓർത്തണമെന്നാണ് താഴെ വീഴുവല്ല. ഈ ന്യായങ്ങളൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു, ഇന്ന് ഞങ്ങൾ സ്വീകരണ പരിപാടി ആയതുകൊണ്ട് നാളെ MD വിളിക്കും. 2 ദിവസം നിങ്ങൾ നില കെട്ടി താഴെ ഇറക്കാം. സ്കഫോൾഡിംഗ് പെയിൻറ്റുകാർ കിട്ടുന്നവർ ഇന്നിപ്പോൾ ഒരു നിലയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരാഴ്ച എടുക്കും. അതുകൊണ്ട് എല്ലാവരോടും പറയുന്നവരൊന്നും പറയണ്ട. അത് യാത്രക്കാരുടെ വേഗത്തും സഞ്ചാരികൾക്കും പോകാനൊക്കാത്തവരെ നിൽക്കുകയാണ് വേലി കെട്ടി. അടിയന്തര യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യണം. നാളെ ഞാൻ MD വിളിക്കും. അന്നേരം ബാക്കി നോക്കിക്കോളാം.